കളമശ്ശേരി മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികൾക്ക് കുടിക്കാൻ ശുദ്ധമായ കുടിവെള്ളമെത്തി. റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റുകൾ സ്ഥാപിച്ചാണ് സംസ്ഥാനത്ത് ആദ്യമായി കലർപ്പില്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ഈ മണ്ഡലത്തിലെ 41 സ്കൂളുകളിൽ ലഭ്യമാക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഇനി കലർപ്പില്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാകും. അതിൻ്റെ ആദ്യപടിയെന്നോണം കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ 41 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പദ്ധതി നടപ്പാക്കുകയാണ്. ജലധാര പദ്ധതി. മന്ത്രി പി രാജീവ് മുൻകൈയെടുത്താണ് പദ്ധതി നടപ്പാക്കിയത്. കളമശ്ശേരി മണ്ഡലത്തിലെ 41 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലാണ് കലർപ്പില്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ഇനി കുട്ടികൾക്ക് ലഭ്യമാവുക. കുടിവെള്ളം കൊണ്ട് ചുമന്നുകൊണ്ട് വരണ്ടല്ല, അതാണ് അതിൻ്റെ ഉള്ള ഫസ്റ്റ് ഗുണം. ആവശ്യത്തിന് കുടിക്കാൻ പറ്റും. ബാഗിൻ്റെ ഭാരം കുറച്ചുകൂടി കുറയും, കുറച്ച് ഹെൽത്തിയാവും. മഞ്ഞപ്പിത്തവും രോഗങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. ശുദ്ധീകരിച്ച വെള്ളമാണ്, നമുക്ക് വിശ്വസിച്ച് കുടിക്കാം. ബാഗിൽ 1 ലിറ്റർ വെള്ളം കൊണ്ടുള്ളൂ, നമുക്കിവിടെ ഗ്ലാസ്സിൽ ഇഷ്ടം പോലെ കുടിക്കാം. പിന്നെ എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. മിസ്സുമാരൊക്കെ ചോയ്സ് ചെയ്യാൻ അപ്പം തന്നെ വിടും. പിന്നെ അടുത്താണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു പ്ലാന്റിന് 7.16 ലക്ഷം രൂപയാണ് ചിലവ്. 41 സ്കൂളുകളിലായി 2.93 കോടി രൂപ മുടക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇത് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിലെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ ഉതകുന്ന ഒരു പദ്ധതിയാണ്. ഹയർ സെക്കൻഡറി, VHSE, അതേപോലെ തന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ്. നമ്മൾ ദീർഘകാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കളമശ്ശേരി സ്കൂളിനെ സംബന്ധിച്ചും കളമശ്ശേരിയെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ ധാരാളം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെ കുട്ടികളിൽ തന്നെ വളരെ ആശങ്കയോടെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇങ്ങനെ ഒരു കുടിവെള്ള പദ്ധതി വന്നതോടുകൂടി തീർച്ചയായിട്ടും അതിൻ്റെ ആശങ്ക അകറ്റാനായിട്ട് സാധിക്കും. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്നതാണ്. കുട്ടികൾക്ക് നമ്മൾക്ക് ഓരോ ഇൻ്റർവെൽ ടൈമിൽ നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടുന്ന് ബെല്ലടിക്കുന്ന സമയത്ത് വന്ന് വെള്ളം കുടിക്കണം. ആ വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ തന്നെ കൊടുക്കുന്നതുകൊണ്ട് നല്ല സൗകര്യം ഉണ്ടാവും കുട്ടികൾക്ക്. കളമശ്ശേരി മണ്ഡലത്തിലെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പ്രൈമറി ക്ലാസുകളിൽ സൗജന്യ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കി 4 വർഷം പിന്നിടുമ്പോഴാണ് മന്ത്രി പി രാജീവ് മുൻകൈയെടുത്ത കുട്ടികൾക്കായി ശുദ്ധമായ കുടിവെള്ളം ഒരുക്കുന്നത്. അങ്ങനെ കളമശ്ശേരി മണ്ഡലത്തിലെ സ്കൂളുകളിൽ ഇനി ശുദ്ധമായ കലർപ്പില്ലാത്ത കുടിവെള്ളം കുട്ടികൾക്ക് കിട്ടും. ഇത് മറ്റ് മണ്ഡലങ്ങളിലെ സ്കൂളുകൾക്കും അനുകരണീയമാക്കാം. ബിനു തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാമപ്രസാദ് ഉത്തമൻ തന്നെ നമ്മുടെ കൂടെയുണ്ട്. ശ്യാമ, പണിമുടക്കാതെ ഈ പദ്ധതി കൃത്യമായിട്ട് തന്നെ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കായാലും അധ്യാപകർക്കായാലും മറ്റ് ജീവനക്കാർക്കൊക്കെ ആയാലും അത് നല്ലൊരു കാര്യമായി മാറുമല്ലേ? ആ കുട്ടികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുപ്പിയിൽ വെള്ളം അതിനൊരു ലിമിറ്റ് ഉണ്ട്. പിന്നെ ഭാരമായി ബാഗിലൊക്കെ ചുമന്നുകൊണ്ട് വരണ്ട, നല്ല ജലം കിട്ടുക തന്നെ ചെയ്യും കുടിക്കാൻ വേണ്ടിയിട്ട്. മറ്റ് പകർച്ചവ്യാധികളെ ഒന്നും പേടിക്കേണ്ട, അങ്ങനെ ഉപകാരങ്ങളൊക്കെ ഒരുപാടുണ്ട്. കളമശ്ശേരി മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് പ്രൈമറി ക്ലാസ്സുകളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ പ്രഭാത ഭക്ഷണ പദ്ധതി അത് നടപ്പാക്കി ഏകദേശം 4 വർഷം പിന്നിടുമ്പോഴാണ് മറ്റൊരു പദ്ധതി കൂടി വിഭാവനം ചെയ്ത് ഇപ്പോൾ മന്ത്രി പി രാജീവ് തൻ്റെ മണ്ഡലത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളായിട്ടുള്ള 41 സ്കൂളുകൾക്കാണ് ഇത്തരത്തിൽ RO പ്ലാന്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ RO പ്ലാന്റ് കൊണ്ട് കൃത്യമായ രീതിയിൽ കുട്ടികൾക്ക് നല്ല ശുദ്ധമായ കുടിവെള്ളം എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിൽ കുട്ടികൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സാധാരണഗതിയിൽ 1 ലിറ്റർ മാക്സിമം ഒക്കെയാണ് വീട്ടിൽ നിന്ന് നമുക്ക് കുടിവെള്ളം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ യഥേഷ്ടം നമുക്ക് ആവശ്യാനുസരണം വെള്ളം കുടിക്കാനുള്ള ഒരു അവസരം, കാരണം മെച്ചപ്പെട്ട ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാകുന്നു എന്നത്. മറ്റൊന്ന്, ഇത്രയും ഇനി കുടിവെള്ളം വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ ബസ്സിലുമൊക്കെ തിരക്കി വരുന്ന ആ സമയത്ത് ഈ കുടിവെള്ളമൊക്കെ ആയിട്ട് വരിക അധികം ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അതിനൊക്കെ ഒരു വലിയൊരു മാറ്റം. പിന്നെ അതുകൂടാതെ ഈ ജലജന്യ രോഗങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ കാര്യമായ രീതിയിൽ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇങ്ങനെ നിലവിൽ മണ്ഡലത്തിലെ 41 സ്കൂളുകൾക്ക് ഈ RO പ്ലാന്റ് അത് സിയാലുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ്
മന്ത്രി എടുത്തിട്ടുള്ളത്. നേരത്തെ 4 വർഷക്കാലമായിട്ട് പ്രൈമറി ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് നൽകുവരുന്ന പ്രഭാത ഭക്ഷണത്തിന് പിന്നാലെയാണ് പുതിയൊരു പദ്ധതി കൂടി മന്ത്രി ഇത്തരത്തിൽ തന്റെ മണ്ഡലത്തിൽ. ശരിയാണ് ശ്യാമേല, കേട്ടപ്പോൾ തന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. അത് ആ സ്കൂളിൽ നമ്മൾ ഇപ്പോൾ കണ്ട ആ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ പറയുന്നത് പോലെ തന്നെയാണ്. അങ്ങനെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഈ രീതിയിൽ ഒരു പദ്ധതി വരികയാണ് എന്നുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. അങ്ങനെ കൃത്യമായി പദ്ധതി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും സംബന്ധിച്ച് അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ശരി ശ്യാമ.